എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്, എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. ടോസിട്ടോ നിനക്ക് വേണ്ട പരിഗണന തരുന്നില്ല എന്നുള്ളൊരു കുറ്റബോധം എന്റെ ഉള്ളിൽ നീറി കളിക്കുന്നു. നീ ഒരു കുറ്റബോധം വിചാരിക്കണ്ട, എനിക്ക് നല്ല പരിഗണന കിട്ടുന്നുണ്ട്. അതാ ഇങ്ങനെ പരിഗണിക്കണ്ട, സാധാരണ പരിഗണിക്കണ. ഓക്കെ, ഫസ്റ്റ് വൺ. യെസ്, ഫസ്റ്റ് ബ്ലാക്ക് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതേ ജീവനായകനാവുന്ന സിനിമയാണ്. പ്രിയ ഭവാനി ശങ്കർ ആളാണിതിൽ നായിക. ദിസ് ഈസ് ഓസം. ദിസ് ഈസ് ബാലസുബ്രഹ്മണ്യ KG ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സാം സിയസ് ആട്ടോ ഇതിന്റെ മ്യൂസിക്. D150 സിനിമ റാപ്പായിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഇപ്പോൾ ഷൂട്ട് നടക്കുന്നത് നിലമ്പൂരാണെന്ന്. അത് അവർ കേട്ടിട്ടുണ്ടാവണം, അതുകൊണ്ടാണ് വേഗം നിർത്തിക്കോന്ന് തെണ്ടികളൊക്കെ അരിഞ്ഞേറി വരും. അതിന് മുന്നേ പരിപാടി നിർത്തിക്കോ. എന്തായാലും റാപ്പായിട്ടുണ്ട്. ഓക്കെ, അടുത്തത് മാർക്കോ സിനിമയും റാപ്പായിട്ടുണ്ട്. വൻ കേക്കൊക്കെ മുറിച്ചിട്ട് അവർ ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ലെവൽ സിനിമയാണെന്നാണ് അവർ തന്നെ പറയുന്നത്. അതായത് തുടക്കത്തിലെ ആക്ഷൻ മുതൽ എൻഡ് വരെ ആക്ഷൻ. അതെ, അങ്ങനെയാണ് അവർ പറയുന്ന സാധനം കേട്ടോ. എന്താണെങ്കിലും പക്ക ആക്ഷൻ, വയലൻസ് ആയിരിക്കും. എന്താണ് മലയാളത്തിൽ നിന്ന് ഒരു A സർട്ടിഫിക്കറ്റ് സിനിമ മിക്കവാറും മാർക്കോ ആയിരിക്കും. അവർ ചോദിച്ചു വാങ്ങുന്നല്ലേ? അതെ, തീർച്ചയായിട്ടും അവർ ചോദിച്ചു വാങ്ങുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സർട്ടിഫിക്കറ്റ് തരൂ എന്ന് പറഞ്ഞിട്ട് ഒരു ടീമിൽ. അല്ല, അതിനുള്ള സാധനമാണ് ഈ തീർച്ചയായിട്ടും കട്ട് ചെയ്യാൻ നിൽക്കാതെ ചോദിച്ചാൽ വാങ്ങണം, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഡിസംബർ അല്ലെങ്കിൽ ജനുവരി 2025 സിനിമ റിലീസ് എത്തും എന്നാണ് പ്ലാനിങ് വെച്ചിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം, വരട്ടെ. കുറേ സിനിമകളുണ്ട് വരാൻ. എല്ലാം കൂടി ഒരുമിച്ച് വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് സിനിമയുടെ വീഡിയോ സോങ് 30-ാം തീയതി ഓഗസ്റ്റ് 30, അതായത് നാളെ പുറത്തു വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷ കുറഞ്ഞ പോലെ ഫീൽ ഉണ്ട്. കാരണം മുന്നിൽ നിൽക്കുന്നത് ടിനി ടോം. ഓക്കെ, അടുത്ത കിഴി കൂലി സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ സൗബിൻ സാഹിർ ആസ് ദയാൽ. കൊള്ളാട്ടോ, നല്ല ക്യാരക്ടറാണ്. വാച്ചും പിടിച്ചിരിക്കുന്നത് എല്ലാ ടൈമിലാണ് കളി. ടൈമിലും എന്തൊക്കെയോ പരിപാടികളുണ്ട്. എന്തായാലും ഗോൾഡ് ഫീൽ ചെയ്യുന്നുണ്ട് ടൈം. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്റേഴ്സും അല്ലേ? സത്യം, അടിപൊളി പോസ്റ്റർ. എന്തായാലും സാബിന്റെ വിളയാട്ടം കാണാം. ശരിക്കും മഞ്ഞുമൽ വോയിസ് എഫക്റ്റ് ഉള്ളത്. നമ്മളിതിന്റെ അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അത് റൂമേഴ്സ് അല്ല, ഇപ്പൊ അത് ഒഫീഷ്യലായി. അടുത്തത് നിലാവുക്ക് എന്മേൽ എന്നടി കോപം. എന്താണാവോ? എന്താണെങ്കിലും ഗോൾഡൻ സ്പാരോ സിനിമയുടെ സോങ് നാളെ അതായത് 30-ാം തീയതി നാളെ പുറത്തു വരും. ഓക്കെ, അനിക സുരേന്ദ്രൻ ധനുഷ് സംവിധാനം ചെയ്യുന്ന സിനിമയല്ലേ? ഡയറക്ഷനിലെ ആള് പുലിയോ? അതെ. സ്ക്രിപ്റ്റ് എന്തായിരിക്കും അറിയില്ല, ഡയറക്ഷൻ അടിപൊളിയാണ്. അത് നമ്മള് രായനിൽ തന്നെ ഞെട്ടിച്ചതാണ്. എന്തായാലും യങ്സ്റ്റേഴ്സിനെ വെച്ച് അങ്ങനെ സിനിമ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നല്ല കാര്യം. എന്തായാലും എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയാം. തീർച്ചയായിട്ടും. അനിക സുരേന്ദ്രൻ അല്ലേ? 100 രൂപയ്ക്ക് 1000 രൂപ അഭിനയം ഉണ്ടാവും. അതുകൊണ്ട് അഭിനയത്തിനായിരുന്നു ഒരു ലക്ഷ്യം ഉണ്ടാവില്ല. ഡയറക്ഷൻ വെച്ച് പിടിച്ചോളൂ, അതാ ഒതുക്കി നിർത്തിക്കോളൂ. ധനുഷ് ആയതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട്. അതെ. എന്തായാലും കിഴിയെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. സൂര്യ 44 ചെന്നൈയിൽ ഇതിന്റെ ലാസ്റ്റ് ഷെഡ്യൂൾ നടക്കും. ഒരു സോങ് ഉണ്ട് കേട്ടോ ഇതില്, ഐറ്റം സോങ് ആണ്. അതിൽ വരുന്നത് ശ്രേയാ ശരനാണ് എന്നാണ് കേട്ടത്. എക്സൈറ്റഡ്? അതെന്താന്നറിയോ, എനിക്ക് തോന്നിയൊരു സംഭവം, ഇത് ഒരു കാലഘട്ടത്തിന്റെ മുന്നേ ഉള്ള കഥയാണല്ലോ പറയണത്. ആ സമയത്ത് ഒരു ഭയങ്കര ആ ഒരു ഇതായിരിക്കണം അവര് യൂസ് ചെയ്യാൻ കാരണം എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഭയങ്കര ഡാൻസറാണ് ആള്. പക്ഷെ ശ്രേയാ ശരൺ ഇപ്പത്തെ ജനറേഷന്റെ ഇതാ പറയുന്നത്. അതിനും പറ്റും. പക്ഷെ അതല്ല എന്തായാലും ഇപ്പോഴാണല്ലോ ആള് വരുന്നത്. അപ്പൊ ആ ലുക്ക് ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും അതായത് തമന്ന അങ്ങനെ മറ്റു പലരും ചെയ്യുന്ന ഐറ്റം സോങ്ങിന്റെ ആ ഒരു ഇമ്പാക്ട് ശ്രീയ വരുമ്പോൾ കിട്ടുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്തെന്ന് ചോദിക്കാണ്, കാർത്തിക് സുബ്രാജ് അല്ലേ? അതെ, അത് മതിയാ, അതിനുള്ളത് അവിടെ ഉണ്ടാവും. അടുത്തത് കങ്കുവ
അടിപൊളി. കങ്കുവ സിനിമയുടെ എല്ലാവരും ഇത് പോസ്റ്റ്പോൺ ചെയ്തു, റിലീസ് ഡേറ്റ് ഒക്ടോബർ 31 എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഒരു ടീം ഒക്ടോബർ 10 മാറ്റിയിട്ടില്ല. സരിഗമ അവിടെ നിൽക്കണ, ഉറച്ചു നിൽക്കണ, കല്ല് പോലെ നിൽക്കുന്നു. ഇപ്പൊ ചെറിയൊരു പ്രതീക്ഷ വീണ്ടും തുടങ്ങുന്നുണ്ട്. സംഭവം അവരങ്ങനെ മാറ്റേണ്ടതല്ലേ, അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ. ഇപ്പോഴും ഒക്ടോബർ 10 തന്നെയാണ്. അല്ല, തയ്യാറായി നിൽക്കുന്ന. അതെ, അതായത് വേട്ടയ്യനെ നേരിടാനായിട്ട് റെഡിയാണെന്ന് ഒക്ടോബർ 10 ഇവര് റെഡിയാണെന്നുള്ളതാണ്. ചിലപ്പോൾ ഒക്ടോബർ 10 തന്നെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും ഇവര് ഒഫീഷ്യലായിട്ടും പറഞ്ഞിട്ടില്ലല്ലോ. അതെ, ഇത് ഓരോരുത്തർ പറയുന്നല്ലേ. അതെ. ഓക്കെ, അടുത്ത കിഴി കിങ് ഖാൻ. കിങ് സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് കിങ് സിനിമയിൽ നമ്മുടെ ഷാറൂഖ് ഖാൻ ഒരു അണ്ടർവേൾഡ് ഡ്രോൺ ആയിരിക്കും. ഇത് ചെറുതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാരക്ടർ അങ്ങനെയായിരിക്കും. പക്ഷേ ഈ ഡോൺ ക്യാരക്ടർ ഇതിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഡോൺ 3 ആള് യെസ് പറയാതിരുന്നത്. അതാണ് നന്നായി. അടുപ്പിച്ചെല്ലാം ഇതേപോലെ തന്നെ വരുന്നതിലും നല്ലത്. അതെ അതെ. അല്ലെങ്കിൽ പിന്നെ ഡോൺ 3 നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യും, പിന്നീട് എപ്പോഴെങ്കിലും. ഷാരൂഖ് ഖാൻ ഇല്ലാതെ ഡോൺ എന്ത് ഡോൺ അതിനകത്തൊക്കെ പിന്നെ ആരും വന്നിട്ട് കാര്യമില്ല. ആ ഒരു സാധനത്തിനോടൊന്നും നമ്മൾ വേറെ ആരെയും അക്സെപ്റ്റ് ചെയ്യൂല കേട്ടോ. അതിന് ഷാറൂഖ് ഖാൻ തന്നെ, അതിന് അത് തന്നെ വേണം. കാരണം നമ്മളത് അങ്ങനെ ഇഷ്ടപ്പെട്ടു. പിന്നല്ലാണ്ട്. അടുത്തത് നോബഡി. സോഷ്യോ പൊളിറ്റിക്കൽ ഡാർക്ക് കോമഡി ജോണർ ആയിരിക്കും സിനിമ എന്നാണ് കേട്ടത്. ഇത്രയൊക്കെ പറയാം, ഏതെങ്കിലും ഒരു ജോണർ വെച്ചാൽ പോലും. എന്തെങ്കിലും കോമഡി അല്ലെങ്കിൽ ഡാർക്ക് കോമഡി, സോഷ്യൽ, ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ സിനിമയിൽ കൊള്ളാം. ഇതിപ്പം മൂന്ന് ജോണറായി. അതല്ല ഞാൻ പറയാൻ വന്നത്, ഇതിപ്പം കോട്ട് പോലെയാണല്ലോ, ഒരുപാട് ജോണറാണല്ലോ, പല ജോണറുണ്ട്. നിസാം ബഷീറിന്റെ 3 സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ ശരിയാ, വ്യത്യസ്തത വന്നു. അതെ, അപ്പോൾ 3 വ്യത്യസ്തമായ ജോണറിൽ. ഓക്കെ, അടുത്ത കിഴി വേട്ടയ്യൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. നമ്മുടെ മഞ്ജു വാര്യർ ഇതിന്റെ ഡബ്ബിങ് തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ സ്റ്റില്ല് വന്നിട്ടുണ്ട്. ഇതേ നടക്കട്ടെ. റിലീസ് 10-നാണ്. എന്തായാലും തലവറും നടുപ്പിൻ നായകനും തമ്മിൽ ഒരു ബിഗ് ക്ലാഷ് ഉണ്ടോ? അതാണ് നല്ലത്. ഒക്ടോബർ 31 നല്ലത്. അതേതായാലും ബെറ്റർ 10 തന്നെ. 31 എത്ര സിനിമകളാ? ഒരുപാട് സിനിമകൾ. അങ്ങനെ വരുമ്പോ തന്നെ ഇതിപ്പോ 2 സിനിമ നോക്കിയാൽ ഈ ഒരു സിനിമ നോക്കിയാൽ മതി, വേറെ ഒന്നിനെ ഒരു എതിരാളിനെ നോക്കിയാൽ. അതെ. അടുത്തത് പുഷ്പ 2 സിനിമയുടെ പുതിയൊരു പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊന്നും വലിയൊരു ഒരു ഓളം ഉണ്ടാക്കാതെയാണ് കേട്ടോ ഇതൊക്കെ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഈ പോസ്റ്റർ? അങ്ങനെ തോന്നാനൊന്നുമില്ല. ഫുള്ള് റെഡില് പുഷ്പ ആഘോഷിച്ചത് പുഷ്പ ഫസ്റ്റ്. അതെ, ഒരു ഫോട്ടോ എവിടെ വന്നാലും അതിന്റെ ഒരു പോക്കെന്തായിരുന്നു, എന്റെ അമ്മോ. നമ്മളിത് ആഘോഷിക്കുന്ന പറഞ്ഞാൽ അതിന്റെ ത്രില്ലെന്തായിരുന്നു അറിയാം. അത് ഭയങ്കര രസം തന്നെയായിരുന്നു കേട്ടോ. ഇനിയിപ്പോ 2 വരുമ്പോ എന്താവാ, കുറച്ച് കാട്ടിക്കൂട്ടൂലേ, ഓവറാക്കൂലേ? അത് ഇപ്പം റീഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഓവറാക്കിയതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ വലിയ കിട്ടില്ല. അതെ അതെ, കാരണം ഓവറായിട്ടുള്ള എല്ലാ സാധനങ്ങളും കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ മറ്റു സിനിമകളെല്ലാം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് വിടുതലൈ പാർട്ട് 2. ഓക്കെ, സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് ഡിസംബർ ലാസ്റ്റ് വീക്കോടെ കേട്ടോ. ഓക്കെ, സിനിമയുടെ ഇനി ലാസ്റ്റ് ഒരു ഷെഡ്യൂളും കൂടി ഉണ്ട്. അത് പ്ലാൻ ചെയ്യുന്നത്, അതായത് ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് സെപ്റ്റംബർ 1st വീക്ക്. ഓക്കെ ഓക്കെ, അത് 5 മണിക്കൂർ സിനിമയല്ലേ. ഇത് സെപ്റ്റംബറിലെങ്കിലും തീർന്നാലേ ഡിസംബറിൽ ഇറക്കാൻ പറ്റുള്ളൂ. കട്ട് ചെയ്ത് ഒഴിവാക്കണ്ടേ, ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. 4.5 മണിക്കൂറല്ലേ? 4.5 മണിക്കൂറാണോ 4:50 എന്ന് പറയാൻ പറ്റില്ല. 4:05 കൊടുത്തിട്ടുള്ളത്. അത് 50 മിനിറ്റ് ആണോ? 4.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് അതിന്റെ പകുതിയായിട്ടാണ്. നമുക്ക് കമന്റ്സ് ഒന്നുണ്ടായിരുന്നു. എങ്ങനെ? അതായത് 4.5 മണിക്കൂറല്ലേ, 4:30 എന്നുള്ളത്. അതിന് പോയിന്റ് 4.5 എന്ന് പറയുന്നോ? ഓക്കെ, അങ്ങനെ പറയുമ്പോൾ 4.6 എന്നല്ലേ പറയേണ്ടത്. അത് 12 മണിക്കൂർ 12 സൂചിയാണല്ലോ. അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 6 അല്ലേ, 5 അല്ലല്ലോ. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ടണ്ണ. അടുത്തത് പ്രേമലു 2. സിനിമയുടെ ഷൂട്ട് ജനുവരി 1 UK വെച്ച് ആരംഭിക്കുന്നതാണ്. സിനിമ 2025 ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലെത്തും. അപ്പം ഓണം ചെറുക്കന്മാരെ കൊണ്ടുപോകും. ചെറുക്കന്മാര് കൊഴിപ്പിക്കും. ചെറുക്കന്മാരൊക്കെ നസ്ലൻ, സംഗീത്, ഇവർ 2 പേരും ഓൺ ബോർഡാണ്, അറിയാലോ. പിന്നെ നമ്മുടെ മമിത ബൈജു, കൂടെ അനുഷ്ക രാജൻ.
ആരാണ്? കുണുവാവ. കുണുവാവ വന്നിട്ട് എങ്ങാനും ഉറപ്പിക്കുമെന്ന് കണ്ടൊരു പോയിന്റ് കേട്ടോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല, അത് ഞാൻ മൈൻഡ് ചെയ്തില്ലായിരുന്നു. വാ വീണ്ടും കൂലി. പക്ഷെ ഞാൻ ആ സിനിമയൊന്നും ഇട്ടിട്ടില്ല. കുണുവാവ് പറഞ്ഞ ഡയലോഗ് വെച്ച് നോക്കുമ്പോ കോളേജില് ഹോസ്റ്റലിലേ രാത്രി കേറാം, അതൊക്കെ ഒരു പുറത്ത് വരുമ്പോഴായിരിക്കും രസമായിരിക്കും. പക്ഷെ കയ്യിൽ നിന്ന് വിട്ട കളി കളിച്ചാൽ പാടും. അതെ. എന്തായാലും കൂലി സിനിമയുടെ സെക്കൻഡ് ക്യാരക്ടർ പോസ്റ്റർ ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് വരെ വന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഈ വീഡിയോ ഇടുമ്പോൾ വന്നിട്ടുണ്ടാവണം. തീർച്ചയായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. കാരണം 6 മണിക്ക് ശേഷമായിരിക്കും ഇത് വരിക. അപ്പോൾ എന്തായാലും ആ പോസ്റ്റർ ഇവിടെ കാണിക്കാം. ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് മറ്റൊരു ദിവസം വേറൊരു വീഡിയോയിൽ പറയാം. ആരാ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ വരാൻ പോകുന്നത്. സസ്പെൻസ്. വരട്ടെ. നിങ്ങളിത് അറിയുന്നുണ്ട്, പക്ഷെ ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല. അതാണ് സത്യം. എന്താണെങ്കിലും ഈ എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.